Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി 4-year UG മൾട്ടി ഡിസിപ്ലിനറി കോഴ്സാണ് അവസാനത്തെ എക്സാം ആയിട്ട് നമുക്ക് നടക്കാനുള്ളത്. സോ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് ഡിയിലുള്ള SI ചോദ്യങ്ങൾ ഇതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുമാത്രമല്ല നമ്മൾ എക്സാം ട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള ഗൈഡാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് അവൈലബിൾ ആണ്. നമ്മുടെ ആപ്പിലൂടെയാണ് അത് അവൈലബിൾ ആവുക. KCS ക്ലാസ്സസിൻ്റെ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ആപ്പ് സ്റ്റോറാണ് എങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ അതിൻ്റെ ലിങ്ക് സെപ്പറേറ്റ് ഇട്ട് തരാം. 200 രൂപ പ്ലസ് GST മാത്രമാണ് നിങ്ങൾക്ക് വരാം. ഇപ്പോൾ 4 ബ്ലോക്കിൻ്റെയും ക്ലാസ്സസ് അതിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കും. ബുക്ക് സ്റ്റഡി മെറ്റീരിയൽ ഉള്ളത് ലെങ്തിയാണ്, ഒരുപാട് നിങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട്. ഇത് വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിൾ ആണ്. 200 റുപ്പീസ് മാത്രമാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ഇംഗ്ലീഷിലുള്ളതാണിത്. വളരെ സിംപ്ലിഫൈ ചെയ്തിട്ടാണ് ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഞാൻ ഓൾറെഡി ഇതിനകത്ത് മുമ്പുള്ള എൻ്റെ പല വീഡിയോസിലും മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ബുക്കിൽ നോക്കി കഴിയുമ്പോൾ ഒരുപാട് സമയം വേണം, പിന്നെ വളരെ ബോറിംഗ് ആണ് അതിൻ്റെ പ്രസൻറ്റേഷൻ പലതും. ഇത് ഞാൻ സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇംഗ്ലീഷ് ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തന്നെ മലയാളം ഇത് ഒക്കെ ഇംഗ്ലീഷിലും മലയാളത്തിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നോട്ട്സ്. ഓക്കെ, ഇതാണ് മലയാളത്തിലുള്ളത്. ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യങ്ങളാണിത്. ഇത് ഫസ്റ്റ് ബ്ലോക്ക്, ഇത് സെക്കൻഡ് ബ്ലോക്ക് വെബ്സൈറ്റ് പ്ലാനിങ്. ഓക്കെ, ഇംഗ്ലീഷിലുള്ളത് വളരെ കുറച്ച് കണ്ടോ, എല്ലാം വളരെ സിംപിൾ ചെയ്തിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മലയാളം ബ്ലോക്ക് നമ്പർ 2. ഓക്കെ, ഗുണങ്ങൾ പോരായ്മകൾ ബ്ലോക്ക് നമ്പർ 2ൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ബ്ലോക്ക് നമ്പർ 3 സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ഇംഗ്ലീഷ്. ഓക്കെ, മലയാളം എന്താണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ മലയാളം. ഇനി ബ്ലോക്ക് നമ്പർ 4 യൂണിറ്റ് നമ്പർ 1 ആണ് ഇപ്പോൾ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിനെ പറ്റിയുള്ള മെയിൻ കാര്യങ്ങൾ. ഓക്കെ, ഫേസ്ബുക്ക് എൻ്റെ മലയാളം, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എന്താണ് കേട്ടോ. സോ നിങ്ങൾക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പഠിച്ച് അവസാനിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്സസബിൾ ആണ്. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കാം. ഓക്കെ, ദെൻ അത് മാത്രമല്ല നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA MCom MBA എല്ലാ കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അസൈൻമെൻറ്റ് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വരും സെമസ്റ്ററുകളിലത്തെ ക്ലാസ്സസും അസൈൻമെൻറ്റ്സും ഒക്കെ ആക്സസ് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക, ക്ലാസ്സസ് ആക്സസ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. വലിയൊരു പേപ്പറാണെന്ന് ഞാൻ പറഞ്ഞു. സോ പാർട്ട് സിയിൽ 5 മാർക്കിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ടാണ് പോകുന്നത്. നമ്പർ 1 എന്തായാലും പ്രതീക്ഷിക്കുന്നൊരു ചോദ്യമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിർബന്ധമായും പഠിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2 ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് ഏതാണ് വരാന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാലും കൂടുതൽ പ്രതീക്ഷിക്കുന്ന 1-2 ഞാൻ എടുത്ത് പറയാം. ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് വരിക. അത് ചിലപ്പോൾ കൂടുതൽ വരാൻ സാധ്യതയുള്ളത് നമ്മൾ മൊബൈൽ മാർക്കറ്റിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്.
മൊബൈൽ മാർക്കറ്റിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ്, അതല്ലെങ്കിൽ പിന്നെയുള്ളത് നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. ഇത് രണ്ടെണ്ണമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതിലുള്ളത് നമുക്കറിയാം കണ്ടന്റ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ ഇമെയിൽ മാർക്കറ്റിംഗ്, ഇതൊക്കെയാണ് അതിലുള്ളത്. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിൻ്റെ അഡ്വാൻറ്റേജസ് അതുപോലെ തന്നെ ലിമിറ്റേഷൻസ്, ഇത് ആണ് മറ്റൊരു 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്ന ചോദ്യം. പിന്നെ PPC ഉണ്ട്, അത് നമ്മൾ 2 മാർക്കിൻ്റെയിലേക്കാണ് കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്സ് ഓഫ് വെബ്സൈറ്റിൽ സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് നമ്മൾ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യം. ടൈപ്സ് ഓഫ് വെബ്സൈറ്റ്സ് ഉണ്ട്, അതിൽ സ്റ്റാറ്റിക് വേഴ്സസിന് എഴുതണല്ലോ ഞാൻ ഡൈനാമിക് വെബ്സൈറ്റ്. ഇതാണ് നമ്മൾ മറ്റൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ് ടൈപ്സ് ഓഫ് വെബ്സൈറ്റ് ട്രാഫിക്, അതുപോലെ തന്നെ കോമ്പറ്റീറ്റർ റിസർച്ച് ആൻഡ് അനാലിസിസിൻ്റെ സിഗ്നിഫിക്കൻസ് മറ്റൊരു ക്വസ്റ്റ്യനാണ് പ്രതീക്ഷിക്കുന്നത്. കോമ്പറ്റീറ്റർ റിസർച്ച് ആൻഡ് അനാലിസിസ്, ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇതാണ് നമ്മൾ നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതിലുള്ളത് വെബ് ഡിസൈൻ എന്താണ്, വെബ് ഡിസൈൻ പ്ലാറ്റ്ഫോംസ് ആണ്. അത് ചില സമയത്ത് മാത്രമാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഫസ്റ്റ് ബാച്ച്, ബട്ട് ഇത് മറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ നമ്മൾ കണ്ടുവന്നതിൻ്റെ ബേസിൽ കൂടിയാണ് ഈ സജഷൻസ് നൽകുന്നത്. അപ്പോൾ അതല്ലാണ്ടുള്ളത് ഞാൻ പറഞ്ഞു. വെബ് ഡിസൈൻ എങ്ങനെയാണ്, അതിൻ്റെ എലമെൻറ്റ്സ് എന്താണ്, വെബ് ഡിസൈനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ എലമെൻറ്റ്സ് അത് നോക്കി വയ്ക്കാം. എലമെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. പിന്നെ ഉള്ളതാണ് ചില സമയത്ത് 2 മാർക്കിൻ്റെയിലാണ് കണ്ടുവന്നിട്ടുള്ളത് കീവേഡ് റിസർച്ച് എന്താണെന്നുള്ളത്. 2 മാർക്കിൻ്റെയിലേക്കാണ് നമ്മൾ കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. അതെങ്ങനെ കണ്ടക്ട് ചെയ്യുക എന്നുള്ള ചോദ്യം. കീവേഡ് റിസർച്ച് അതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഫേസസ് ഓഫ് SEO, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്. പിന്നെ ഓൺ പേജ് SEO, അതിൻ്റെ സ്ട്രാറ്റജീസ്. ഓഫ് പേജ് അതിലേതെങ്കിലും ഒരെണ്ണം ഇടാറുണ്ട്. ഓൺ പേജ് SEO, അതുപോലെ തന്നെ ഓഫ് പേജ് SEO. ഓക്കെ, ഇതിൻ്റെ സ്ട്രാറ്റജീസ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ടെക്നിക്സ്. സ്ട്രാറ്റജീസ് ആണ് മറ്റൊരു ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചാനൽസ് ഏതൊക്കെയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. പിന്നെ ഫേസ്ബുക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. ഹൗ ടു ക്രിയേറ്റ് എ ഫേസ്ബുക്ക് ഫാൻ പേജ് ഫോർ ബിസിനസ് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നത് നിങ്ങൾക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഫാൻ പേജ് ഉണ്ടാവാൻ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ, ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവില്ലേ, പേഴ്സണൽ എല്ലാവർക്കും ഉണ്ടാവും. ഹൗ ടു ക്രിയേറ്റ്, എന്നാലും ഇതിൻ്റെയൊക്കെ സ്റ്റെപ്പുകളൊക്കെ കുറേയൊക്കെ സെയിം അല്ലേ. ക്രിയേറ്റ് എ ഫേസ്ബുക്ക്, നിങ്ങളൊക്കെ എക്സ്പേർട്ടുകളല്ലേ. ഫേസ്ബുക്ക് പേജ് ഫോർ ദ ബിസിനസ്, അല്ലെങ്കിൽ ഫോർ എ ബിസിനസ്, ഫോർ ദി ബിസിനസ്. ഫേസ്ബുക്കിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് അഡ്വർടൈസിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഫാൻ പേജ് എന്തുകൊണ്ട് വേണം, റീസൺസ് അതുകൂടി തരാം.
അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ തന്നെ. റീസൺസ് ഫോർ ഫേസ്ബുക്ക് ഫാൻ പേജ്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, ഇതൊക്കെ അതിലുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയില്ലേ? ഇതറിയാത്ത ആൾക്കാരുണ്ടോ? ഇല്ല. ഫേസ്ബുക്ക് പ്രൊഫൈല്, ഫേസ്ബുക്ക് ഗ്രൂപ്പ്, ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ ഇതിനെ പറ്റിയിട്ടുള്ള കൺസെപ്റ്റുകളും കാര്യങ്ങളും അറിയുന്നതാണ്. എല്ലാവരും യൂസ് ചെയ്യുന്ന കാര്യങ്ങളല്ലേ. പിന്നെ ഫേസ്ബുക്ക് അഡ്വർടൈസിങ്, ഫേസ്ബുക്ക് ആഡ്, നിങ്ങളൊക്കെ ഡെയിലി കാണുന്ന കാര്യങ്ങളല്ലേ. ഫേസ്ബുക്കിൽ പരസ്യങ്ങൾ വരുന്നത്, പലതരത്തിലുള്ള ആഡ്സ് ഉണ്ട്. അതൊക്കെയാണ് പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ വരാം. ഫേസ്ബുക്ക് അഡ്വർടൈസിങ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫേസ്ബുക്ക് ആഡ്സ് ഉണ്ട്, അതൊന്ന് നോക്കി വെച്ചോളൂ. പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലെ മോഡ്സ് ഉണ്ട്, പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. SAക്ക് സാധ്യതയുള്ളൊരു ചോദ്യമാണ്, എന്നാലും മോഡ്സ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്. ഓക്കെ. പിന്നെ ഇതിലുള്ളത് മറ്റ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചാനൽസിനെ പറ്റിയിട്ട് ഓരോന്നിനെ പറ്റിയുള്ള എക്സ്പ്ലനേഷനാണ്. യൂട്യൂബ് എന്താണ്, അതിനെ പറ്റിയിട്ടുള്ള, ട്വിറ്റർ എന്താണ്, അതിനെ പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതിനെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനഫിറ്റ്സ്, അല്ലെങ്കിൽ ട്വിറ്ററിൻ്റെ ബെനഫിറ്റ്സ്, അപ്പോൾ ഇങ്ങനത്തെ ഏതെങ്കിലും ഇതിൻ്റെ ബെനഫിറ്റ്സും കാര്യങ്ങളും ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ ചിലപ്പോൾ എടുത്ത് ചോദിക്കാം. അതാണ് മറ്റൊരു സജഷനും കൂടി ഇതിൻ്റെ കൂടെ നൽകാനുള്ളത്. ബെനഫിറ്റ്സ് ട്വിറ്ററിനെ പറ്റിയിട്ടും യൂട്യൂബിനെ പറ്റിയിട്ടൊക്കെ ഒന്നും കൂടി നോക്കി വെച്ചോളൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് 5 മാർക്സിൻ്റെ പ്രതീക്ഷിക്കുന്നത്. വലിയൊരു സബ്ജക്റ്റായാണ്, എന്നാലും അതിൽ നിങ്ങൾ മിനിമം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഡിജിറ്റൽ മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, പിന്നെ ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിനിൽ വരും. വെബ്സൈറ്റിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്, സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള ഡിഫറൻസ്, ചിലപ്പോൾ അത് 2 മാർക്കിനിലേക്ക് ആയിരിക്കാൻ വരാം. ടൈപ്സ് ഓഫ് വെബ്സൈറ്റ് ട്രാഫിക്, കോമ്പറ്റേറ്റീവ് റിസർച്ച് അനാലിസിസിൻ്റെ സിഗ്നിഫിക്കൻസ്, വെബ് ഡിസൈൻ എന്താണ്, എലമെൻറ്റ്സ് ഉണ്ട്, അതിൻ്റെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ കീവേഡ് റിസർച്ച് എന്താണ്, അതെങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുക, ഫേസസ് ഓഫ് SEO, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഓൺ പേജ് SEO, ഓഫ് പേജ് SEO, അതിൻ്റെ സ്ട്രാറ്റജീസ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ചാനൽസ് ഏതൊക്കെയാണ്. പിന്നെ അതിനെ പറ്റിയിട്ട് ഓരോന്നിനെ പറ്റിയിട്ട് ചോദിച്ചാൽ എഴുതാൻ പറ്റണം. ഫേസ്ബുക്ക്, ട്വിറ്റർ, അതുപോലെ തന്നെ ഈ ഇൻസ്റ്റഗ്രാം, ഇതൊക്കെ നിങ്ങൾക്ക് എന്താണ് അതിനെ പറ്റിയിട്ടുള്ള ബെനഫിറ്റ്സ്, അതാണ് പിന്നത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. അതിലേത് വേണമെങ്കിൽ ചോദിക്കാം. ഫേസ്ബുക്ക് അഡ്വർടൈസിങ്, ഫേസ്ബുക്ക് ഫാൻ പേജ്, ഓക്കെ. അതാണ് മോഡ്സ് ഓഫ് സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനെ പറ്റിയിട്ടുള്ള ചോദ്യം വരാം. ക്ലാരിറ്റി എന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലും ബിയിലുള്ള 1 മാർക്സ് 2 മാർക്സ് ചോദ്യങ്ങളുടെ ഡിസ്കഷൻ വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. Thank you.